ഇതിന് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ദിൽഷാദിനെ ജസ്റ്റ് അവൻ എങ്ങനെയാണ് എത്തിയത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ഇനി തിരിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്ന ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ലൈക്ക് എങ്ങനെയാണ് ഞാനിവിടെ എത്തിയത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാമെന്ന്. ഞാൻ ഒരു 3-4 വർഷം മുന്നേ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗ ഐ സ്റ്റാർട്ടഡ് മൈ US ജേർണി. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിച്ചത് അവനെൻ്റെ അപ്പൊ ഇങ്ങോട്ട് എനിക്കും കുറച്ച് ക്യൂരിയോസ്, നിങ്ങൾ എങ്ങനെയാണ് വന്നത് പഠിക്കാൻ? ലൈക്ക് ഞാൻ ഇവിടെ വന്നത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ ലൈക്ക് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനും അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു പാർട്ട് എങ്ങനെയാണെന്ന് അല്ലേ? എക്സാക്ട്ലി. ഓക്കെ ഓക്കെ. ഞാൻ ആക്ച്വലി 2019 ഇവിടേക്ക് വന്നത്. 2019 ഒരു ഓഗസ്റ്റ് മാസമാണ്. അപ്പം ഞാൻ സ്റ്റുഡൻറ്റ് വിസിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? നിനക്ക് J1 കഴിഞ്ഞിട്ട് F1 കൺവേർട്ട് ചെയ്യാൻ പറ്റും സ്റ്റുഡൻറ്റ് അത് വിസ. അഫോർഡബിൾ ആണോ? അഫോർഡബിൾ ആണെന്നുള്ളത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ്. അപ്പം കാരണം F1 ഒരു പ്രത്യേകത, ഞാനിങ്ങോട്ട് വന്ന ഒരു ബിസിനസ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് പറയാണ്. F1 2-3 രീതിയിൽ നമുക്ക് F1 വിസയിൽ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. ഒന്ന്, ഞാൻ വന്നത് ഫുള്ളി ലൈക്ക് സെൽഫ് ഫണ്ടഡ് ആയിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഉള്ള ഫുൾ എക്സ്പെൻസ് നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ലൈക്ക് നമ്മൾ നേരെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഇത് രണ്ടും ഞാൻ പറയണത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ PhD ചെയ്യാനായിട്ട് വരാൻ പറ്റും. PhD ചെയ്യാൻ വേണ്ടി PhD ചെയ്യാൻ വരുവാണെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PhDക്ക് ഇവിടെ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടും. നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ക്യാഷ് കിട്ടും. നമ്മളിവിടെ പഠിക്കുമ്പോൾ ഗവൺമെന്റ് അല്ല, യൂണിവേഴ്സിറ്റി നമുക്ക് പേ ചെയ്യും. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ അങ്ങോട്ട് ചിലവാകുന്നില്ല PhD ആകുമ്പോൾ. പക്ഷെ അതൊരു 5 വർഷത്തെ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പം ആ ഒരു ഡിഫറൻസ് ആണ് PhD. ഈ ഒരു 5 വർഷത്തിൽ നമുക്ക് നാട്ടിൽ പോകാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. 5 വർഷം നമുക്ക് നാട്ടിൽ പോകാം, നമുക്ക് വെക്കേഷൻസ് നാട്ടിൽ പോകാം. കാര്യങ്ങൾ എല്ലാം സ്റ്റുഡന്റ് വിസ പോലെ തന്നെയാണ്, നമുക്ക് നാട്ടിൽ പോകാം. അപ്പോൾ ഈ നമ്മളിപ്പോൾ PhD ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ 5 വർഷത്തിൽ ഇപ്പോൾ അവർ ഇങ്ങോട്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യം വരുമോ ഇവിടെ? അത് ഈ പേയ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും ഈ പാർട്ട് ടൈമിന്റെ വർക്കിന്റെ പൈസയാണ്. അത് ശരി. നമുക്ക് പ്രൊജക്ട് കാര്യങ്ങളൊക്കെ TA എന്ന് പറഞ്ഞിട്ട് നമ്മള് അണ്ടർ ഗ്രാഡ്സിന്, എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സ് ആയിട്ടുള്ള നമ്മൾ ബിടെക് പഠിക്കുന്ന അണ്ടർ ഗ്രാഡ്സിന് കുട്ടികൾ ഇവിടെ +2 കഴിഞ്ഞിട്ട് നമ്മൾ ബാച്ചിലേഴ്സിന് ഇവിടെ പറയുന്നത് അണ്ടർ ഗ്രാഡ്സ് എന്നാണ്. മാസ്റ്റേഴ്സിന് ഇവിടെ ഗ്രാജുവേറ്റ്സ് എന്ന് പറയും. ഗ്രാജുവേറ്റ്സ് തന്നെയാണ് മാസ്റ്റേഴ്സ് ആൻഡ് PhD രണ്ടും ഗ്രാജുവേറ്റ്സ് ആണ്. അപ്പം നമ്മൾ മാസ്റ്റേഴ്സ് PhD ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് അണ്ടർ ഗ്രാഡ്സ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളൊരു പോക്കറ്റ് മണി എന്നുള്ള നിലക്ക് നമുക്ക് അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. പിന്നെ അതല്ലാതെ വേറെ ഏതെങ്കിലും മാർഗങ്ങളുണ്ടോ സ്റ്റഡീസിന്? അപ്പോൾ ഞാൻ ഇവിടെ വന്നത് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഞാൻ വന്നത് F1 വിസ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പം മാസ്റ്റേഴ്സ് ചെയ്ത് കൂടെ തന്നെ നമുക്ക് CPT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, കരിക്കുലം പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. CPT എന്ന് പറയുമ്പോൾ ഓൺ കോഴ്സിൽ എൻ്റെ 1 ഇയർ മാസ്റ്റേഴ്സ് ആയിരുന്നു. 1 ഇയർ ഓർ 2 ഇയേഴ്സ് മാസ്റ്റേഴ്സിൽ നമ്മൾ കോഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ലൈക്ക് പാർട്ട് ടൈം ആയിട്ട് ഓൺ ക്യാമ്പസ് ജോബ് ചെയ്യുന്നതിന് ഒരു അപ്രൂവലാണ് CPT കിട്ടുന്നത്. സെപ്പറേറ്റ് ചെയ്യണോ അതോ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ നമുക്ക് CPT അപ്രൂവ് ചെയ്ത് കിട്ടും. ആ CPT ഞാൻ ആക്ച്വലി ഒരു 3 months CPT വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ CPT വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്നത്? ഞാൻ ചെയ്തത് ഒരു CPT എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് 2 രീതിയിലുണ്ട്. എനിക്ക് അതിൻ്റെ ക്ലിയർ ക്ലാരിറ്റി ശരിക്കറിയില്ല. ഞാൻ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റും 20 hours. റെസ്ട്രിക്ഷൻസ് 20 hours നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഓൺ ക്യാമ്പസ്. നിങ്ങൾ ടീച്ച് ചെയ്യാണോ അതോ അല്ല, എനിക്ക് ഒരു ഞാൻ പഠിച്ചത് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയാണ്. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ക്യാൻസർ സെന്റർ ഉണ്ട്, ലംബാഡി ക്യാൻസർ സെന്റർ. ആ ക്യാൻസർ സെന്ററിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്നുള്ള പൊസിഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ PhD ചെയ്യാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ കിട്ടും. അപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും, ലൈക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞെന്ന് വരില്ല. പിന്നെ CPT കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരുന്നതിന്റെ പ്രധാന ഉദ്ദേശം നമ്മൾ സ്റ്റേ ബാക്ക് ആണല്ലോ. കാരണം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് 2-3 വർഷം നമ്മൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. ആക്ച്വലി എല്ലാവർക്കും നമുക്ക് 1 ഇയറിലോട്ടേക്ക് അവർക്ക് സ്റ്റേ ബാക്ക് കിട്ടും എല്ലാവർക്കും. അതിന് OPT എന്നാണ് പറയാം.
ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തിരിക്കുന്നത് സ്റ്റെം പ്രോഗ്രാം ആണെങ്കിൽ, അത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഓക്കെ ഈ സ്റ്റെം പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 2 വർഷം കൂടെ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടും. സോ നമുക്ക് 3 years സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ അതൊരു ബെനിഫിറ്റ് ആണ്, ഒരു എക്സ്ട്രാ അഡീഷണൽ പോയിന്റ് ആണ്. ഓക്കെ, സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഒന്നും കൂടി അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾ ഈ പറയുന്നത്, ഈ ഒരു സ്റ്റെം OPT എന്ന് പറയുന്നത്. അപ്പം ഞാൻ ശരിക്കും അതിൻ്റെ ഒരു ഐഡിയൽ പാത്തിലൂടെയാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കോളേജ് കഴിഞ്ഞു, CPTക്ക് കറക്റ്റ് അഡ്മിഷൻ കിട്ടി, CPT കിട്ടി. CPT എനിക്കൊരു അർജൻറ്റീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു CPT കിട്ടിയത്. CPT ചെയ്തു. അതിനുശേഷം എനിക്ക് 1 year OPT. ആ OPT ടൈമിൽ എനിക്കൊരു ജോലി കിട്ടി, ലൈക്ക് ട്രയൽ റണ്ണേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എനിക്ക് 1 yearലോട്ടേക്ക് ജോബ് കിട്ടി. ആ 1 year കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് ഞാൻ സ്റ്റെം OPTക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ സ്റ്റെം OPT അപ്രൂവ് ആയി. അപ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഐക്കൺ എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് ജോലി കിട്ടിയത്. സോ സ്റ്റെം OPTൻ്റെ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഐക്കണിൽ കയറി. ആ ഐക്കൺ കമ്പനി എനിക്ക് H1B സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയായിരുന്നു. സോ നമ്മൾ നോക്കേണ്ട കാര്യം, OPTയിൽ കയറുമ്പോൾ നമ്മൾ ആ കമ്പനി നിങ്ങൾക്ക് H1B സ്പോൺസർ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കണം. കാരണം എൻ്റെ ഫസ്റ്റ് ഞാൻ ജോയിൻ ചെയ്ത കമ്പനി H1B സ്പോൺസർ ചെയ്തില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ചാൻസ് മിസ്സായി. ആ ഒരു ഫസ്റ്റ് ഇയറിൽ ഞാൻ മിസ്സായി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇയറിൽ അത് നോക്കിയിട്ട് എടുത്തത്. സോ ലൈക്ക് OPT 2 വർഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ H1B എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ, H1Bക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പറയാമോ? H1B എന്ന് പറയുന്നത് ഇവിടുത്തെ ലോട്ടറി ലൈക്ക് വർക്ക് വിസയാണ്. സോ അത് പ്യൂർലി ലോട്ടറി ആണ്. അപ്പം ഒരു വർഷം 65,000 ലൈക്ക് ലോട്ടറീസാണ് അവർ എടുക്കുക. നമ്മൾ ഇവിടെ US മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് അഡീഷണൽ 20,000 കൂടെ ചാൻസ് ഉണ്ട്. ഓക്കെ, അല്ല അത് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എൻ്റെത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് വേൾഡിൽ എല്ലാവരും കൂടി H1Bക്ക് അപ്ലൈ ചെയ്യാണ് 65,000 സീറ്റിന് ആ ഒരു ലോട്ടറിക്ക് വേണ്ടിയിട്ട്. അപ്പം ആ 65,000-ൽ നമ്മുടെ ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവും, നമ്മളെ അതിലിടും. അതിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അഡീഷണൽ 20,000 കൂടെ ഇവിടെ മാസ്റ്റേഴ്സ് പഠിച്ചവർക്ക് സെപ്പറേറ്റ് ഒരു കോട്ട ഉണ്ട്, എക്സ്ട്രാ ആയിട്ട്. നമ്മൾ അതിലൊരു ലോട്ടറിയിൽ നമ്മൾ അലൗഡ് ആണ്, ലൈക്ക് നമ്മൾ അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് H1Bൻ്റെത്. അപ്പോൾ H1Bൻ്റെ ലൈക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും, ലൈക്ക് എങ്ങനെയാണ് H1Bൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. അവർ ലൈക്ക് ഒരു സെപ്പറേറ്റ് സെറ്റ് ഓഫ് വീഡിയോസ് തന്നെ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഫെബ് എൻഡിലാണ് H1Bൻ്റെ ആപ്ലിക്കേഷൻ ടൈം. മാർച്ചിലാണ് ലോട്ടറി എടുക്കുന്നത്. അപ്പോൾ ഈ H1Bക്ക് ലൈക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഇവിടെ നിന്നും ഉള്ള US-ലുള്ള ഒരു കമ്പനി വേണം H1B ലൈക്ക് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അപ്ലൈ ഇല്ല, നമുക്ക് പറ്റാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു കമ്പനിയും ഈ ആൾ ഓക്കെയാണ്, അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് എൻ്റെ കമ്പനിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം H1Bക്ക് അവർക്ക് അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. ബട്ട് അതൊരു ലോട്ട് സിസ്റ്റം ആണ്. അത് നമ്മൾ ഇതുപോലെ ഭാഗ്യം പോലെ ഇരിക്കും. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ലോട്ടറി എടുക്കുന്നുണ്ടാവുക മാർച്ചിലാണ്. പക്ഷേ നമ്മളെ H1Bൻ്റെ നമ്മൾ വിസ സ്റ്റാർട്ട് ചെയ്യുക October 1st-ലാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞത് എന്ത് പീരീഡ് ആണ്? അത് ആക്ച്വലി ലൈക്ക് വിസ അലോട്ടഡ് ആയി, പിന്നെ അതിന്റെ സ്റ്റാമ്പിങ് കാര്യങ്ങൾ എല്ലാത്തിനും അതിനുള്ള ടൈമിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ലോട്ടിൽ നമ്മൾ ലൈക്ക് ആ ലോട്ടിൽ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? സെലക്ട് ആയി എന്നുള്ളത് നമുക്ക് മാർച്ചിൽ അറിയാൻ പറ്റും. പക്ഷെ അതിന് ശേഷമാണ് നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. സോ എന്നിട്ട് അവർ ഫുള്ളി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് വിസ അലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. ലോട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് $10 കൊടുത്താൽ മതി, ലൈക്ക് ലോട്ടിന്. അതിന് ശേഷമാണ് H1Bൻ്റെ ആക്ച്വൽ ചാർജ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ലൈക്ക് നമ്മൾ ആദ്യം പൈസ, ഒരു സംശയം ഉണ്ടാവും, നമ്മൾ ഈ പൈസ ഒക്കെ ആദ്യം അടിച്ചതിന് ശേഷമാണോ ഇതൊക്കെ അറിയില്ലെന്നല്ല. അപ്പോൾ ഇത് അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ. ഇപ്പം നമ്മൾ ശരിക്കും അറിയുകയാണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ചില ഏജന്റ് കാര്യങ്ങൾ അവരൊക്കെ പറയും, ലൈക്ക് ഞങ്ങൾ H1B ഫയൽ ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ലൈക്ക് അത് ലൈക്ക് വളരെ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ പിന്നെ ചിലരെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇപ്പം H1B ഫയൽ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്, സോ നിങ്ങൾ ജസ്റ്റ് $35 അല്ലെങ്കിൽ $50 തന്നാൽ മതി, ഞങ്ങൾ ഫയൽ ചെയ്തോളാം. അങ്ങനെ ഒരു 100 പേര് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത്രയും പൈസ കിട്ടുമല്ലോ. എന്നിട്ട് അത് റിജക്റ്റ് ആയെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ H1Bയിൽ കയറി ഞാൻ ഇപ്പം 2 വർഷമായിട്ട് H1B വിസയിലാണ് വർക്ക് ചെയ്യുന്നത്.
ഇപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് J1 വിസക്കാണ്. അപ്പോൾ ഇന്റേത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് F1 വിസക്ക് ഞാൻ നേരത്തെ ചോദിച്ചു F1 വിസയിൽ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സപ്പോസ് എനിക്ക് F1 വിസയിൽ അപ്ലൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, എനിക്കിവിടെ നിൽക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ എന്തൊക്കെയാണ് എനിക്കുള്ള പോസിബിലിറ്റീസും അതുപോലെ എനിക്കിവിടെ എത്ര കൊല്ലം ഇവിടെ നിൽക്കാൻ പറ്റും? നിനക്കുന്നുള്ളതല്ല, ലൈക്ക് ഓവറോൾ ഞാൻ ഒരു F1 വിസയിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പം അതിന് മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ SOP എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. സ്റ്റാൻഡേർഡ്. ഇറ്റ്സ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയും, SOP. ഓക്കെ. സോ ഇതൊരു നമ്മളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ഒരു 1 or 1.5 2 പേജ് മാക്സിമം, 2 പേജ് ഒന്നും വേണ്ട, ലൈക്ക് 1.5 പേജ് ഒക്കെ നമ്മളെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ചെയ്യുന്നതാണ് SOP എന്ന് പറയുന്നത്. അത് കോളേജിന് അയക്കുന്നതാണോ അതോ അത് എംബസിക്ക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കും, യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ അയച്ചു അയച്ചു കൊടുക്കും. കൊടുക്കാം? സോ നമ്മളെ കുറിച്ച് നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾക്ക് എങ്ങനെയാണ് ഈ US-ലോട്ടേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായത്, ഏത് പ്രോഗ്രാമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏത് യൂണിവേഴ്സിറ്റിക്കാണെന്നൊക്കെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് എല്ലാം എല്ലാം വെച്ചിട്ട് അതാണ് ഫസ്റ്റ് വേണ്ടത്. SOP Okay. വേണം. Okay. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു റെസ്യൂമേ വേണം. എന്തായാലും നല്ല രീതിയിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു നല്ല നല്ല എല്ലാ അപ്പോൾ അതിൽ എനിക്കൊരു ഡൗട്ട്, ഈ റെസ്യൂമെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലൈക്ക് നമ്മൾ ഇന്ത്യൻ റെസ്യൂമെ ആൻഡ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്കുള്ള ഫോറിൻ റെസ്യൂമെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ റെസ്യൂമെ ലൈക്ക് 1 പേജിൽ ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടു പേജ് മാക്സിമം. അതിലെന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് മാക്സിമം വലിച്ചു അതെ, നമ്മൾ നീട്ടുന്നത്. പഠിച്ചിട്ടുള്ളത് നമ്മളെ എല്ലാ എക്സ്പീരിയൻസും കുറച്ച് കൂടുതൽ നമ്മളെ കുറിച്ചിട്ട് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോ ഒരു HR ആണെങ്കിൽ എന്റെ കയ്യിൽ റെസ്യൂമെ കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 10 to 20 സെക്കൻഡ്സ് ഓക്കെ. എനിക്കത് ഫുള്ള് ഗ്രാസ്പ് ചെയ്യണം, ഇതിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ. സോ അതുകൊണ്ട് ഞാൻ ഒരൊറ്റ നോട്ടം നോക്കുന്ന സമയത്ത് എനിക്കത് കിട്ടണം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ലൈക്ക് AI സിസ്റ്റത്തിലാണ് ഇപ്പോൾ എല്ലാവരും ATS നോക്കുന്നത്. എന്ന് പറയും. അപ്പോൾ അങ്ങനെ തന്നെയാണോ ഈ കോളേജസും ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? കാരണം നീ ഇപ്പൊ ഒരു ഹാർഡ്വേർഡ് പോലത്തെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയിലോട്ട് അത്രയും ആപ്ലിക്കേഷൻ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് മാനുവലി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഫസ്റ്റ് അവർ ATS എന്ന് പറയുന്ന ഒരു മെഷീനിലേക്കാണ് ഒരു പമ്പ് ചെയ്യുക. ലൈക്ക് ഓക്കെ. ആ ATS റീഡ് ചെയ്തിട്ട് ATS ക്വാളിഫൈഡ് ആകണമെങ്കിൽ മാത്രമാണ് ഓക്കെ. നമ്മൾ അവർ മാനുവലി റിവ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ഇക്കൊക്കെ പറയാനുള്ളത് നമ്മൾ എപ്പോഴും റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു 1 പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് 1 പേജ് റെസ്യൂമേ ആണ് ബെറ്റർ. ഓക്കെ. സോ റെസ്യൂമേ വേണം, SOP ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് IELTS അല്ലെങ്കിൽ TOEFL പോലത്തെ ഏതെങ്കിലും ക്വാളിഫയിങ് എക്സാം. എത്രയാണ് പോയിന്റ് ഇവിടേക്ക് വരാനുള്ള? അത് ഡിപ്പെൻസിങ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ നമ്മള് ഞാനിപ്പം കണ്ടത് മിനിമം 7 വേണം. 7. ലൈക്ക് മിനിമം 7 ആണ് ഓവറോൾ സ്കോർ വേണ്ടത്. ഓക്കെ. ഒരു ഇൻഡിവിജ്വൽ കട്ട് ഓഫ് 6.5 മിനിമം ഉണ്ടാവണം ഫോർ മാസ്റ്റേഴ്സ് ആൻഡ് PhD രണ്ടിനും. മിനിമം 7 7.5 മിനിമം 7 വേണം. മിനിമം 7 മിനിമം 7 ആണ്. ഓക്കെ. ഇൻഡിവിജ്വലിന് മിനിമം 6.5 വേണം. അതിന് മുകളിലോട്ടേക്ക് എത്രയാകുമ്പോൾ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ഓക്കെ. അതാണ് അത് IELTS. ടോഫലിന്റെ സ്കോർ എനിക്ക് കറക്റ്റ് അറിയില്ല, എനിക്ക് എന്തോ അതിന്റെ റേറ്റ് ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 120 സംതിങ് ആണ് തോന്നുന്നു ഓക്കെ. ടോഫിൽ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചിലപ്പോൾ GRE ചിലപ്പോൾ എഴുതേണ്ടി വരും. GRE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് ഓക്കെ. അത് കമ്പൽസറി ആണോ അതോ ഓരോ കോളേജ് കോളേജ് ഡിപ്പെൻഡ് ആണ്. Okay. എല്ലാ യൂണിവേഴ്സിറ്റിക്കും GRE ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. ചില ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണോ ഇത് ആവശ്യപ്പെട്ടത്? അല്ല, അത് ഡിപ്പെൻഡ്സ് ആണ്. ചില യൂണിവേഴ്സിറ്റീസ് അവർ ചോദിക്കും. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് GRE ആവശ്യമില്ലായിരുന്നു. ഞാനപ്പോൾ GRE എഴുതിയിട്ടില്ല. ഓക്കെ. അപ്പം എനിക്ക് അതിന്റെ പ്രൊസീജിയേഴ്സ് വലിയ ഐഡിയ ഇല്ല GRE. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടത് നമുക്ക് ഒരു 3 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം. നമ്മള് പഠിച്ച കോളേജിൽ നിന്നോ? അത് Like ഏറ്റവും experience. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരാളാണെങ്കിൽ അത് നല്ല അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. അപ്പൊ എനിക്ക് എൻ്റെ ഒരു മെൻറ്റർ ആയിട്ടുള്ള ഒരു ഷമീർ ഖാദർ ഉണ്ട്, ഡോക്ടർ ഷമീർ ഖാദർ. ഷമീർക്ക് ആയിരുന്നു ഓക്കെ. എനിക്ക് ഒരു റെക്കമെൻഡേഷൻ തന്നത്. ഓക്കെ. പിന്നെ ഒരെണ്ണം എൻ്റെ പഴയ കമ്പനിയിലെ മാനേജറാണ് തന്നത്, ഒരെണ്ണം എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. പ്രൊഫസർ ഓക്കെ. ആ ഒരു രീതിയിലാണ് നമുക്ക് റെക്കമെൻഡേഷൻ ആവശ്യമുള്ളത്. ഓക്കെ. അപ്പം അങ്ങനെ നല്ല വെൽ റിനോഡായിട്ടുള്ള ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ BTech പഠിച്ചു, നമ്മൾ ഔട്ട് ഓഫ് 10 നമ്മൾ GPA ഉണ്ടാവുക. പക്ഷേ US വരുമ്പോൾ GPA പറയുന്നത് ഔട്ട് ഓഫ് 4 ഓക്കെ. സോ നമ്മുടെ 10 എന്ന് പറയുന്നത് US എത്രയാണെന്നുള്ളത് ലൈക്ക് ആ ഒരു കൺവേർട്ട് ചെയ്യണം. ഓക്കെ. അതിന് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, ഈ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇതാണ് ശരിക്കും നമുക്ക് ടൈം കൺസ്യൂമിങ് ആവുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. നമ്മൾ ആദ്യം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട്, നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി പോയിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവിടുന്ന് സീൽഡ് എൻവലപ്പിൽ
നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് പറയും. ഓക്കെ. നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ആഹാ. സീൽഡ് എൻവലപ്പിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വെസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നതാണ് വെസ് എന്ന് പറയുന്നത്. ഓക്കെ. വേൾഡ് എഡ്യൂക്കേഷൻ സർവീസ് എന്ന് പറയും. ഓക്കെ. സോ വെസ് കാനഡയിലാണ് അവരുടെ ഓഫീസ്. അപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏതാണ് യൂണിവേഴ്സിറ്റി അവിടുന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് വെസ്സിലോട്ടേക്ക് അയക്കുന്നു. വെസ് ഫുള്ളി ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അവിടെ. കാരണം ബസ് വീണ്ടും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ അവർ മെയിൽ അയച്ചിട്ട് കൺഫേം ഒക്കെ ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് അവർ നമ്മളെ ഈ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ ഔട്ട് ഓഫ് 4 അവർ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളെ സ്കോർ തരും. ഓക്കെ. അപ്പൊ അവരത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് തരും. എന്നിട്ട് നമ്മൾ എന്നിട്ട് ആ ബസ് തന്നെ ഡയറക്റ്റ്ലി ആ യൂണിവേഴ്സിറ്റിക്ക് അവർ അയച്ചു. ചെയ്യും. അവർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അയച്ചിട്ടുണ്ട് ആവശ്യം. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ബസ്സും ട്രാൻസ്ക്രിപ്റ്റ് ഇവാലുവേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചുരുങ്ങിയത് ഒരു 4-5 മന്ത്സ് മുന്നെങ്കിലും ബസ് ഇവാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നേരത്തെ കാലത്ത് നമ്മളത് പ്രിപ്പയർ ആയിരിക്കണം അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ്? ഇതാണ് മാസ്റ്റേഴ്സിനും PhDക്കും രണ്ടിനും ഏകദേശം സെയിം ആണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം. ഓക്കെ. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ എബിലിറ്റി നിങ്ങൾക്ക് കണ്ടിന്യൂ നിങ്ങൾക്ക് 5 ഇയേഴ്സ് നമുക്ക് ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് നമുക്കൊരു PhD ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ പ്രൊസീഡ് ചെയ്യാം. ഓക്കെ. PhD ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും പോയില്ല, നമുക്ക് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടും. അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിന് പക്ഷേ ഒരു ഡിഫറെന്റ് ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്സ് തന്നെ വേണം. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല PhD. മെന്റലി കുറച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഒരു പുതിയൊരു കാര്യം കണ്ടുപിടിക്കാൻ വരുവാണ്. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഇതുവരെ നടന്ന എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിട്ട് വേണം നമ്മൾ പുതിയൊരു സാധനം കണ്ടുപിടിക്കാൻ. ഓക്കെ. സോ മാസ്റ്റേഴ്സ് അങ്ങനെയല്ല. എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നു PhD കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ OPT കിട്ടും, 2 ഇയേഴ്സ് STEM OPT കിട്ടും. സോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ. നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. ഇക്കൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് വന്നു ടോട്ടലി? അത് ഞാൻ ഇനീഷ്യലി പറഞ്ഞത് ഏകദേശം ഒരു മാസ്റ്റേഴ്സ് ആണെങ്കിൽ ഓക്കെ. ഒരു ആവറേജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു 35 lakhs റുപ്പീസ് ഓക്കെ ഏകദേശം ആവും. ഓക്കെ. സോ എൻ്റെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി പറഞ്ഞ കുറച്ചും കൂടെ ഹൈ ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞാൻ പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു 45 lakhs അടുത്ത് കോഴ്സ് ഫീസും ലിവിങ് എക്സ്പെൻസും എല്ലാം ആയിട്ടുണ്ട്. സോ നമ്മൾ ആ ഇന്റർവ്യൂ ടൈമിൽ വിസ ഇന്റർവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇന്റർവ്യൂ ടൈമിൽ നമ്മൾ നമ്മുടെ ഈ വർഷം നമ്മുടെ ഈ ഫുള്ളി ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഒരു എമൗണ്ടും എത്ര കാണിക്കണം? സോ ഞാൻ എഡ്യൂക്കേഷൻ ലോണാണ് എടുത്തത്. ഓക്കെ. സോ ഒരുപാട് എഡ്യൂക്കേഷൻ ലോൺ ഓപ്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. കാരണം HDFC ക്രെഡല്ല എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒരുപാട് എഡ്യൂക്കേഷൻ ലോൺ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കി. എനിക്കത് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് SBI ആണ്. SBIന്റെ ഒരു ഗ്ലോബൽ അഡ്വാൻറ്റേജ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അത് 2 crores വരെ അവര് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. സോ നമ്മൾ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി സെക്യൂർ ആയിട്ട് നമ്മൾ ആ ഒരു നമുക്കൊരു അക്സെപ്റ്റൻസ് ലെറ്റർ കിട്ടും. ആ അക്സെപ്റ്റൻസ് ലെറ്റർ നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാമായിട്ട് നമ്മൾ SBIയിൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് മാക്സിമം 45 lakh വരെ, എനിക്ക് 45 lakh വരെ എനിക്ക് അവർ എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്തു. സോ എനിക്ക് ഇന്റർവ്യൂ ടൈമിൽ ഈ ലോണിന്റെ പേപ്പർ പിന്നെ എൻ്റെ കയ്യിലൊരു ബാങ്ക് ബാലൻസ് ആയിട്ട് ഒരു 8 lakh rupees അതാണ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണിക്കുന്നത്. ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 8 lakhs കാണിക്കണം. ഓക്കെ. പിന്നെ ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ഇപ്പോൾ ഇതെടുക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ അതിന് എത്ര ഇൻട്രസ്റ്റ് വരുന്നത് ഐഡിയ ഉണ്ടോ? അത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ സിബിൽ സ്കോർ എല്ലാം അനുസരിച്ചാണ്, നമ്മുടെ സ്കോറും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അപ്പം ഞാൻ എടുത്ത സമയത്ത് എനിക്ക് 8.75 ആയിരുന്നു ഇൻട്രസ്റ്റ് കിട്ടും. അതിനുശേഷം ആനുവലി അവരിങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട്. അത് 9.5 ആയി, ഇപ്പം 10ന്റെ അടുത്തോട്ടേക്ക് ആഫ്റ്റർ 2 years, ആഫ്റ്റർ 3 years ഇപ്പൊ 10ന്റെ അടുത്താണ് ഇൻട്രസ്റ്റ് വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്കൊരു നല്ല ജോബ് സെക്യൂർ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5-6 വർഷം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ വിസ എക്സ്പീരിയൻസ്. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളടുത്ത് ടെക്സ്റ്റ് ചെയ്യുക, ചോദിക്കുക. അപ്പൊ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പം ഞാൻ വന്നത് ഇപ്പൊ F1-ലാണ്, ഞാനിപ്പോൾ ഉള്ളത് H1B-ലാണ്. എൻ്റെ സ്പൗസ് ഇപ്പോൾ ഉള്ളത് അവള് H4-ലാണുള്ളത്. പിന്നെ ഇവിടെ F1-ന്റെ ആണെങ്കിൽ F2 വിസ ഉണ്ട്,
പിന്നെ ഇവൻ വന്നത് J1 ആണ്. J1 സ്പൗസ് ആകുമ്പോൾ J2 ആയിരിക്കും. അങ്ങനെ H1B ലൈക്ക് ഡിഫറെന്റ് വിസ കാറ്റഗറീസ് ഉണ്ട്. ഇനി ഇതേപോലുള്ള ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വിസയിൽ വരുന്ന ആളുകളെ കുറിച്ചും അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ഷെയറിംഗ് ദിസ്. താങ്ക് യു സോ മച്ച്.